नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं. എല്ലാവർക്കും പ്രണാമം. ഓം നമോ നാരായണായ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത്. അതിൽ പ്രഥമകാന്ഡം മധുകാന്ഡം രണ്ടധ്യായങ്ങളായി പഠിച്ചു. ഉപാസനാ പ്രകരണം, ബ്രഹ്മവിദ്യാ പ്രകരണം. അവിടെ മനനപ്രധാനമായി യാജ്ഞവൽക്യ മഹർഷി രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഒന്ന് നേതി വിചാരം, രണ്ട് നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ആത്മാവാരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിദിധ്യാസിതവ്യഃ അരേ മൈത്രേയി. അതിനുശേഷം നമ്മൾ ദ്വിതീയ കാണ്ഡം മുനികാന്ഡം അഥവാ യാജ്ഞവൽക്യകാന്ഡം, ആ കാണ്ഡവും രണ്ടധ്യായങ്ങളായിട്ടാണ്. ജൽപരൂപ ഉപപത്തി പ്രകരണം, വാദരൂപ ഉപപത്തി പ്രകരണം. ജൽപരൂപ ഉപപത്തി പ്രകരണം 9 ബ്രാഹ്മണങ്ങളായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിലെ വാദപ്രതിവാദ സംവാദ ആഖ്യായികയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം, ആദ്യത്തെ 1ഉം 2ഉം മന്ത്രങ്ങൾ അശ്വല ബ്രാഹ്മണത്തിലെ പ്രഥമ മന്ത്രം ദ്വിതീയ മന്ത്രം ഉപോദ്ഘാത മന്ത്രമായിരുന്നു. അതായത് ഉപോദ്ഘാതം എന്ന് വെച്ചാൽ ആഖ്യായിക ആരംഭം, അതായത് കഥയുടെ ഇൻട്രൊഡക്ഷൻ പറയുകയായിരുന്നു. അതിനുശേഷം അശ്വലൻ എന്ന ഹോതാവിൻ്റെ ചോദ്യം, അതിനുശേഷം ആർത്തഭാഗ ബ്രാഹ്മണം, ആർത്തഭാഗൻ, അശ്വലൻ, ആർത്തഭാഗൻ, പിന്നെ ഉഷസ്തൻ, കഹോലൻ, ഗാർഗി ഇത്യാദി, ബുജ്ജു ഇത്യാദി ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം കർമ്മകാണ്ഡത്തെ അധികരിച്ചായിരുന്നു. ആദ്യത്തെ ബ്രാഹ്മണങ്ങൾ അശ്വലൻ, ആർത്തഭാഗൻ, ബുജ്ജു എന്ന 3 ചോദ്യകർത്താക്കൾ. അതിനുശേഷം ഉഷസ്തൻ, കഹോലൻ, ഗാർഗി ഇത്രയും പേര് ജ്ഞാനകാണ്ഡത്തെ അധികരിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. അതിനുശേഷം നമ്മൾ തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം, സപ്തമ ബ്രാഹ്മണം അന്തർയാമി ബ്രാഹ്മണം. അവിടെ പ്രഥമ മന്ത്രം ഉപോദ്ഘാതം തന്നെയായിരുന്നു. ഉദ്ദാലകൻ ആരുണി അല്ലെങ്കിൽ ഗൗതമൻ്റെ ജീവിതത്തിലുണ്ടായ സന്ദർഭം, ഗന്ധർവനിൽ നിന്നും കിട്ടിയ വിദ്യ, ആ ചോദ്യം തന്നെ യാജ്ഞവൽക്യ മഹർഷിയോടായി ചോദിക്കുന്നു. എന്താണ് അന്തർയാമി? ആ അന്തർയാമിയെ തന്നെയാണ് ശാസ്ത്രം സൂത്രാത്മാവെന്ന് വിളിക്കുന്നത്. ഇത് ഒന്നാണോ അല്ലെ ഇതെന്താണ് എന്ന ചോദ്യമായിരുന്നു. വിസ്തരിച്ച് പറയുവാൻ ദ്വിതീയ മന്ത്രത്തിൽ ആവശ്യപ്പെട്ടത് ഉദ്ദാലകൻ. അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി വിസ്തരിച്ചു പറയുകയായിരുന്നു. നമ്മൾ ദ്വിതീയ മന്ത്രം കണ്ടു. അതിൽ ദ്വിതീയ മന്ത്രം ഏഷദ ആത്മാ അന്തർയാമി അമൃതഃ എന്ന് പറഞ്ഞുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നു. പരമാത്മാവ് സർവവ്യാപിയായിരിക്കുന്ന പ്രാണരൂപത്തിൽ എല്ലാ ജീവകളിലും എല്ലാ ശരീരങ്ങളിലും എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന അത് തന്നെയാണ് അല്ലയോ ഗൗതമ നീ ചോദിച്ച അന്തർയാമി എന്ന് പറഞ്ഞു. അതിനുശേഷം മൂന്നാമത്തെ മന്ത്രത്തിൽ അന്തർയാമിയെ പഞ്ചമഹാഭൂതത്തിലെ 5ാമത്തെ മഹാഭൂതമായ പൃഥിവിയോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്.
പൃഥിവി എന്തിനാലുണ്ടായോ, അല്ലെ ഭൂമി എന്തിനാലുണ്ടായോ, എന്തിനാൽ നിലനിൽക്കുന്നു, അത് തന്നെയാണ് ആത്മാ, പരമാത്മാ. അതിനുശേഷം ചതുർത്ഥ മന്ത്രത്തിൽ അന്തര്യാമിയെ ജലത്തിനോട്, ചതുർത്ഥ മഹാഭൂത, നാലാമത്തെ മഹാഭൂതമായ അപ്സുവിനോട് ഉപമിക്കുകയാണ് ചെയ്തത്. ജലം എന്തിനാലുണ്ടായോ, എന്തിനാൽ നിലനിൽക്കുന്നു, എന്തിനാൽ ജലത്തെ പരിപാലിപ്പിക്കപ്പെടുന്നു, അത് പരമാത്മാവാകുന്നു, അന്തര്യാമി അമൃതൻ. അത് അടുത്ത പഞ്ചമ മന്ത്രത്തിൽ അഗ്നിതത്വത്തോട്, തൃതീയ മഹാഭൂതം, മൂന്നാമത്തെ മഹാഭൂതമായ അഗ്നിയോട് ഉപമിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. അല്ലയോ ഗൗതമ, അഗ്നി എന്തിനാലുണ്ടായോ, അഗ്നിയെ എന്ത് പരിപാലിക്കപ്പെടുന്നു, അഗ്നി എന്തിനാൽ നിലനിൽക്കുന്നു, അതാണ് അന്തര്യാമി അമൃതൻ. അടുത്ത ആറാമത്തെ മന്ത്രം അന്തരീക്ഷത്തിനോട്, പഞ്ചമഹാഭൂതത്തിലെ പ്രഥമ മഹാഭൂതമായ അന്തരീക്ഷത്തിനോട് ഉപമിച്ചു. അന്തരീക്ഷം എന്തിനാലുണ്ടായോ, നിലനിൽക്കുന്നു, പരിപാലിക്കപ്പെടുന്നു, അതാകുന്നു അന്തര്യാമി അമൃതൻ. അടുത്ത സപ്തമ മന്ത്രത്തിൽ ദ്വിതീയ മഹാഭൂതമായ വായു എന്ന മഹാഭൂതത്തെ യാജ്ഞവൽക്യ മഹർഷി ഉപമിക്കുന്നു. അതാകുന്നു ഗൗതമ നീ ചോദിച്ച അന്തര്യാമി അമൃതൻ, അല്ലെങ്കിൽ അന്തര്യാമി അമൃത പരമാത്മാവിനാലാണ് വായു നിലനിൽക്കുന്നത്, വായുവിനെ പരിപാലിക്കപ്പെടുന്നത്. അടുത്ത അഷ്ടമ മന്ത്രം, എട്ടാമത്തെ മന്ത്രത്തിൽ ദ്വിലോകങ്ങൾ, പഞ്ചമഹാഭൂതത്തിന് അനന്തരം ലോകങ്ങളെ പറയുന്നു. ലോകം എന്തിനാലുണ്ടായോ, ദ്വിലോകം എന്നത് ഉദാഹരണം മാത്രമാണ്, നമ്മളിവിടെ മനസ്സിലാക്കണം 14 ലോകങ്ങളും എന്തിനാലുണ്ടായോ, എന്തിനാൽ ലോകങ്ങളെയെല്ലാം പരിപാലിക്കപ്പെടുന്നു, അതാകുന്നു അന്തര്യാമി അമൃതൻ. അതിനുശേഷം ദശമ മന്ത്രം, 10ാമത്തെ മന്ത്രത്തിൽ ദിക്കുകളെ കുറിച്ച്, 9ാമത്തെ മന്ത്രം ആദിത്യനെ കുറിച്ച് പറഞ്ഞു. നവമ മന്ത്രത്തിൽ സൂര്യൻ എന്തിനാലുണ്ടായോ, അല്ലെ സൂര്യദേവത എന്തിനാൽ നിലനിൽക്കപ്പെടുന്നു, സൂര്യദേവത അന്തരീക്ഷം മുഴുവൻ അതിൻ്റെ കിരണങ്ങളാൽ വ്യാപിക്കപ്പെടുന്നുവോ, അത് പരമാത്മാവിനാലാകുന്നു. അതിനുശേഷം ദശമ മന്ത്രം ദിക്കുകളെ കുറിച്ചും, അവിടെ നമ്മൾ അധ്യാഹാരം ചെയ്യണം ദിക്പാലകരെയും, ദിക്കിനെ സൃഷ്ടിച്ച് ദിക്കിനെ പരിപാലിക്കുന്ന ദിക്പാലകരെയും എന്തിനാൽ സൃഷ്ടിച്ചു, എന്തിനാൽ പരിപാലിക്കപ്പെടുന്നു, അതാകുന്നു നീ ചോദിച്ച അന്തര്യാമി അമൃത സ്വരൂപൻ ഗൗതമ. അതിനുശേഷം ഏകാദശ മന്ത്രം, 11ാമത്തെ മന്ത്രത്തിൽ ചന്ദ്രദേവതകളെ കുറിച്ച് പറയുന്നു, നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നു. 12ാമത്തെ മന്ത്രം, ദ്വാദശ മന്ത്രം ആകാശം, നീലാകാശത്തിനെ കുറിച്ച് പറയുന്നു. ചന്ദ്രസൂര്യാദികളെ എവിടെ നമ്മൾക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നു, നീലാകാശത്തിൽ. ആ ആകാശം എന്തിനാൽ നിലനിൽക്കുന്നു, പരിപാലിക്കപ്പെടുന്നു, അത് പരമാത്മാവിനാലാകുന്നു. അടുത്ത ത്രയോദശ മന്ത്രം, 13ാമത്തെ മന്ത്രത്തിൽ തമസ്, ഇരുട് എന്തിനാൽ നിലനിൽക്കുന്നു, ഉണ്ടായി, അല്ലേ? പ്രകാശം എത്രമാത്രം ജീവചരാചരങ്ങൾക്ക് നിലനിൽക്കുവാൻ ആവശ്യമാണോ, അത്രയും മാത്രം ആവശ്യമാണ് ഇരുടും. അപ്പോൾ ഇത് പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് അടുത്ത മന്ത്രത്തിൽ പ്രകാശത്തിനെ കുറിച്ച് പറയുന്നു. ചതുർദശ മന്ത്രത്തിൽ തേജസഹ, പ്രകാശം, പരമാത്മാവിനെ തന്നെയാണ് പ്രകാശ സൃഷ്ടിയും, അതുതന്നെയാണ് നീ ചോദിച്ച അന്തര്യാമി അമൃതൻ എന്ന് പറയും. അവിടെ വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത 14ാമത്തെ മന്ത്രം ഒന്നുകൂടെ പാരായണം ചെയ്യാം. നമ്മൾ അവസാനത്തെ പോയിന്റ് പറഞ്ഞിട്ടില്ല. യഹ തേജസി തിഷ്ടം തേജസഃ അന്തരഃ യം തേജോ ന വേദ യസ്യ തേജഃ ശരീരം യഹ തേജഃ അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ ഇത്യദി ദൈവതം അധ അധിഭൂതം യഹ തേജസി തിഷ്ടം തേജസഃ അന്തരഃ യം തേജോ ന വേദ യസ്യ തേജഃ ശരീരം യഹ തേജഃ അന്തരഃ
യമയതി ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ. തേജസ്സിന്റെ വിസ്താരം യാജ്ഞവൽക്യ മഹർഷി ഗൗതമനോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ വിദ്വത്സഭ ഉണ്ടാകണം, ആ ആഖ്യായിക മറന്നു പോകരുത്. ജനക മഹാരാജാവ് അധ്യക്ഷനായിരിക്കുന്നു, ഇരുഭാഗങ്ങളിലും പണ്ഡിതന്മാർ, ചോദ്യകർത്താവായി ഗൗതമൻ അതിന് സിദ്ധാന്തിയായിക്കൊണ്ട്, സിദ്ധാന്തി എന്ന് പറഞ്ഞാൽ ഉത്തരപക്ഷം, ഉത്തരം പറയുന്ന ആൾ, മറുപടി പറയുന്ന ആളായിട്ട് യാജ്ഞവൽക്യ മഹർഷിയുമായുള്ള ആ വലിയ മഹാവിദ്വത്സഭ. അവിടെ യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടി തുടരുകയാണ്. അല്ലയോ ഗൗതമ, തേജസ്സിൽ തിഷ്ടം അല്ലേ, അതായത് പ്രകാശത്തിനെ സൃഷ്ടിച്ചതും അതിൽ നിലനിർത്തുന്നതും പരമാത്മാവ് തന്നെയാകുന്നു. തേജസ്സഹ അന്തരഹ, ആ തേജസ്സിൻ്റെ അന്തരത്ത്, അതായത് അതിൽ പ്രവേശിച്ചിരിക്കും. ഇവിടെ അന്തരഹ എന്ന വാക്കിന് പ്രവേശഹ എന്നുള്ള അർത്ഥം എടുക്കണം. പല വ്യാഖ്യാനങ്ങളിലും ഇംഗ്ലീഷ് കമൻട്രികൾ റെഫർ ചെയ്യുന്നവർ അന്തരഹ എന്നുള്ള വാക്കിന് ഡിഫറൻസ് എന്നുള്ള അർത്ഥം വ്യവഹാരത്തിലുണ്ട്. പക്ഷേ ഈ കോണ്ടസ്റ്റിൽ, ഈ സന്ദർഭത്തിൽ അന്തരഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രവേശഹ എന്നുള്ള അർത്ഥം എടുക്കണം അല്ലേ. മറ്റ് വ്യാഖ്യാനങ്ങൾ നോക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക. എല്ലായിടത്തും നമ്മൾ തമസഹ അന്തരഹ, ആകാശഹ അന്തരഹ, ദിക്കന്തരഹ, എല്ലാ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോഴും അന്തരഹ എന്നുള്ള വാക്കിൻ്റെ അടുത്ത് പ്രവേശഹ. അതാണ് നമ്മൾ ആ ചാന്തോക്യ ഉപനിഷത്ത് റെഫറൻസ് പറഞ്ഞത് അല്ലേ. നാമരൂപേ വ്യാകരവാണി എന്നുള്ള ഉദാഹരണം പറഞ്ഞത് അതുകൊണ്ടാണ്. അന്തരഹ എന്ന് വെച്ചാൽ പ്രവേശഹ, എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പരമാത്മാവ് അതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മാതാജി, ആ മലയാളം ബുക്കിലെ പേജ് നമ്പർ ഒന്ന് പറയാവോ? ഇപ്പൊ പറഞ്ഞ മന്ത്രത്തിന്റെ പേജ് 256, 256. യം തേജോ ന വേദ. ഇവിടെ നമ്മൾ ന വേദ എന്നിടത്ത് എല്ലായിടത്തും അധ്യാഹാരം ചെയ്യുക. അജ്ഞാനേന ന വേദ, ആര് അജ്ഞാനം കൊണ്ട് അറിയുന്നില്ലയോ, അതായത് പരമാത്മാവിനാലാണ് പ്രകാശം ഉണ്ടായിരിക്കുന്നത്, പ്രകാശം നിലനിൽക്കുന്നത് എന്ന്, ആ പ്രകാശത്തിൽ വ്യാപിച്ചിരിക്കുന്നത്, അതിൽ പ്രവേശിച്ചിരിക്കുന്നത് അല്ലെ. അന്തരഹ എന്ന് വെച്ചാൽ പ്രവേശഹ അല്ലെങ്കിൽ വ്യാപകഹ. പ്രകാശത്തിൽ വ്യാപിച്ചിരിക്കുന്നത് ആരാണെന്ന് ന വേദ, അറിയുന്നില്ലയോ. എങ്ങനെ അറിയുന്നില്ല? അജ്ഞാനം കൊണ്ട് ആരറിയുന്നില്ലയോ, അത് ഗൗതമ അവരുടെ അജ്ഞാനം കൊണ്ടാണ് എന്ന് ഗൗതമനോട്. അതായത് നീ ഗന്ധർവനിൽ നിന്നും പഠിച്ചല്ലോ, പക്ഷെ ശ്രവണായാമഹു ബഹു ഭിര്യോ ന ലഭ്യഃ ശൃണ്വന്തോതി ബഹവോ എന്ന കച്ചത് അല്ലേ. ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശല അനുശിഷ്ട ശ്രവണായ അപി ബഹുഭിര്യോ ന ലഭ്യഃ. കഠോപനിഷത്ത്. അതായത് ശ്രവണം കൊണ്ട് കാര്യമില്ല, എത്ര കേട്ടിട്ടും കാര്യമില്ല. അതാണ്. അതായത് എന്തുകൊണ്ട് നമ്മൾ ഈ ആ കഠോപനിഷത്ത് റെഫറൻസ് ഇവിടെ പറഞ്ഞു? യാജ്ഞവൽക്യ മഹർഷി ന വേദ ന വേദ എന്ന് എല്ലായിടത്തും ആവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഗന്ധർവനിൽ നിന്നും അന്തര്യാമി ജ്ഞാനം ഗൗതമന് കിട്ടി, പക്ഷേ ആ ജ്ഞാനം ഭുക്തയെ നതു മുക്തയെ, വെറും അറിവ് മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് ഈ ഗൗതമന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിനോ അല്ലെങ്കിൽ കാമയേഷ ക്രോധയേഷ ഇത്യാദി റെഫറൻസ് ഒക്കെ നമ്മൾ അന്തര്യാമി ബ്രാഹ്മണത്തിൻ്റെ പ്രഥമ മന്ത്രത്തിൽ പറഞ്ഞതാ. ആ ആഗ്രഹങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ ഗർവത്തിനോ ഒന്നും മാറ്റമുണ്ടാകുന്നില്ല. അതിന് കാരണം എന്താ? ഗന്ധർവനിൽ നിന്നും അന്തര്യാമി വിദ്യ അല്ലെ ബ്രഹ്മവിദ്യ കേട്ടിട്ട് മാറ്റമുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അജ്ഞാനേന ന വേദ, ഗൗതമൻ്റെ അജ്ഞാനം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അജ്ഞാനേന എന്ന വാക്ക് അവിടെ അധ്യാഹാരം ചെയ്തത്. എല്ലായിടത്തും ചെയ്യണം, ഇനി വരുന്ന എല്ലാ മന്ത്രങ്ങളിലും. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് അജ്ഞാനം ഉള്ളിടത്തോളം കാലം പരമാത്മാ ജ്ഞാനം ഉണ്ടാവില്ല, അല്ലെ അദ്വൈത ജ്ഞാനം ഉണ്ടാവില്ല, അല്ലെ ജീവൻ മുക്തനാകാൻ സാധിക്കുകയില്ല എന്ന്
യാജ്ഞവൽക്യ മഹർഷി നമ്മളോടും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നവേദ നവേദ എന്നുള്ള വാക്ക്. എന്നിട്ട് യസ്യ തേജഃ ശരീരം യഹ തേജഃ അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തർയാമി അമൃതഃ. എല്ലായിടത്തും അതേ പറയുന്ന കാര്യം തന്നെ തുടരുകയാണ്. പരമാത്മാവിനെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്, നിലനിർത്തുന്നത് യമയതി പരിപാലയതി അതാകുന്നു. അല്ലയോ ഗൗതമ, അന്തർയാമി അമൃതഃ അതാകുന്നു നീ ചോദിച്ച അന്തർയാമി, അത് തന്നെയാണ് അമൃതൻ. എന്തുകൊണ്ട് അമൃതൻ എന്ന് വിളിച്ചു? സൃഷ്ടികർത്താവ് നിത്യം പരിപാലയതി അല്ലേ, അതുകൊണ്ട് അമൃതസ്വരൂപൻ. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതിനുശേഷം ഇത്യതിദൈവത, ഇതി അതിദൈവത ഒരുമിച്ച് പറയുമ്പോൾ ഇത്യതിദൈവത സമസ്ത പദമാണ്. അതിനെ ഛേദിക്കേണ്ടത് ഇങ്ങനെയാണ്: ഇതി അതി ദൈവതം. 3 വാക്കുകളാണ് ചേർന്ന് ഒരു സമസ്ത പദം ഉണ്ടായി അല്ലേ. ഇതി അതിദൈവതം, ഇത്യതിദൈവതം. അത അതിഭൂതം, അതാദിഭൂതം എന്ന് പറഞ്ഞാൽ അത അതിഭൂതം. ഇതി അതിദൈവ, അതായത് ഇവിടം കൊണ്ട് അതിദൈവതം, അതായത് ദേവതകളെ കുറിച്ച് പഞ്ചമഹാഭൂതത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ലോകം, അതിനുശേഷം ആദിത്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ദിക്കുകൾ, ഇതെല്ലാം ദേവതകളെ കുറിച്ചല്ല അല്ലേ. സൂര്യൻ ദേവതയാണ്, നക്ഷത്രം ദേവതയാണ്, ചന്ദ്രൻ ദേവതയാണ്, ദിക്പാലകര് ദേവതകളാണ്. ഇതെല്ലാം ദേവതകളെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇനി എന്താണ് അടുത്തത്? അതാന്ന് വെച്ചാൽ ദെയർ ആഫ്റ്റർ, അതിനുശേഷം ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് അതിഭൂതം. അതിഭൂതത്തിനെ കുറിച്ച് ഉള്ള, അതായത് ഭൂതം എന്ന് പറഞ്ഞാൽ ജീവരാശികളെ, ദേവതകൾ പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് പരിചയമായിട്ടുള്ള ജീവാത്മാക്കളെ കുറിച്ച് പറയുവാൻ പോവുകയാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി അവിടെ ഒരു ഓർമ്മപ്പെടുത്തൽ തരികയാണ്. 15ാമത്തെ മന്ത്രം. യഹ സർവേഷു ഭൂതേഷു തിഷ്ഠൻ, സർവേഭ്യഃ വിസർഗാക്കുക അവിടെ, സർവേഭ്യഃ ഭൂതേഭ്യഃ, സർവേഭ്യഃ ഭൂതേഭ്യഃ അന്തരഃ, സർവേഭ്യഃ ഭൂതേഭ്യഃ അന്തരഃ. യം സർവാണി ഭൂതാനി ന വിദുഃ, യം സർവാണി ഭൂതാനി ന വിദുഃ, യസ്യ സർവാണി ഭൂതാനി ശരീരം. യഹ സർവാണി ഭൂതാനി അന്തരഃ, അന്തരഃ യമയതി ഏഷദാത്മാ അന്തർയാമി അമൃതഃ. ഇതി അതിഭൂതം അധ അധ്യാത്മം. ഇതി അതിഭൂതം, ഇത്യതിഭൂതം, അങ്ങനെയും ചൊല്ലാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണ് കംഫർട്ടബിൾ. സമസ്തപദമായിട്ട് ചൊല്ലാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചൊല്ലിക്കോളൂ. ഇത്യതിഭൂതം അല്ലെങ്കിൽ ഇതി അതിഭൂതം, അധ അധ്യാത്മം. യഹ സർവേഷു ഭൂതേഷു തിഷ്ഠൻ സർവേഭ്യഃ ഭൂതേഭ്യഃ അന്തരഃ, യം സർവാണി ഭൂതാനി ന വിദുഃ, യസ്യ സർവാണി ഭൂതാനി ശരീരം. യഹ സർവാണി ഭൂതാനി അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തർയാമി അമൃതഃ. യഹ സർവേഷു ഭൂതേഷു തിഷ്ഠൻ സർവേഭ്യഃ ഭൂതേഭ്യഃ അന്തരഃ, യം സർവാണി ഭൂതാനി ന വിദുഃ, യസ്യ സർവാണി ഭൂതാനി ശരീരം. യഹ സർവാണി ഭൂതാനി അന്തരഃ യമയതി
ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ ഇത്യധിഭൂതം അധ അധ്യാത്മം യഹ സർവേഷു ഭൂതേഷു തിഷ്ഠൻ സർവേഭ്യഃ ഭൂതേഭ്യഃ അന്തരഃ യം സർവാണി ഭൂതാനി ന വിദുഃ യസ്യ സർവാണി ഭൂതാനി ശരീരം യഹ സർവാണി ഭൂതാനി അന്തരഃ യമയതി ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ ഇത്യധിഭൂതം അധ അധ്യാത്മം യഹ സർവേഷു ഭൂതേഷു തിഷ്ഠൻ. ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഗൗതമനോടും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരോടും ശ്രോതാക്കളോടുമായിക്കൊണ്ട് പറയുകയാണ് യഹ യഹ പരമാത്മ അല്ലെ, നമ്മൾ കണ്ടതാണ് എല്ലായിടത്തും യഹ എന്ന വാക്കിന്. അതായത് ഏതൊരാളാണോ, ഇവിടെ ഏതൊരാളെന്ന് വെച്ചാൽ ഏതൊരു ശക്തി കൊണ്ടാണോ, അല്ലെങ്കിൽ സൃഷ്ടികർത്ത ഈശ്വര. യഹ എന്ന വാക്കിന് ഇതെല്ലാം എടുക്കാം നമുക്ക്. യഹ ഈശ്വര, അല്ലെങ്കിൽ യഹ സൃഷ്ടികർത്ത, യഹ ഹിരണ്യഗർഭ, യഹ പരമാത്മ, എന്ത് വേണേലും എടുക്കാം. കാരണം ഇത് പല പര്യായങ്ങളാണെന്ന് മാത്രമേ ഉള്ളല്ലോ. ഏതൊരു ശക്തി കൊണ്ടാണോ അല്ലെ ഏതൊരു ശക്തിയിനാലാണോ സർവേഷു ഭൂതേഷു, സർവേഷു ബഹുവചന, എല്ലാ, ഇവിടെ സർവേഷു എന്ന് വെച്ചാൽ സർവജീവേഷു, സർവ ജീവരാശികളും, ഭൂതേഷു, സർവേഷു എന്ന് വെച്ചാൽ വേണ്ടവർ അധ്യാഹാരം ചെയ്തോളൂ. സർവജീവേഷു, സർവ ജീവരാശികളും. എങ്ങനെയുള്ള സർവജീവരാശികൾ? ഭൂതേഷു, ഇവിടെ ഭൂതേഷു എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, പഞ്ചമഹാഭൂതേഷു. അതായത് പഞ്ചമഹാഭൂത സൃഷ്ടിയിൽ നിന്നും ഉണ്ടായ സർവജീവരാശികളും അല്ലേ. നമ്മളെ എവിടെ നിന്നുണ്ടായി? പഞ്ചമഹാഭൂതത്തിൽ നിന്ന് അല്ലേ. അല്ലേ, അതായത് പ്രകൃതി എവിടെ നിന്നുണ്ടായി? പഞ്ചമഹാഭൂതത്തിൽ നിന്ന് അല്ലേ. നമ്മൾ തൈത്തിരീയ ഉപനിഷത്തിൽ പഠിച്ചത്, അത് മറന്നു പോകരുത്. പഞ്ചഭൂത സൃഷ്ടി, ജീവസൃഷ്ടി. തസ്മാദേതത് ആത്മനഃ ആകാശ സംഭൂതഃ അല്ലെ. വെറുതെ കേട്ടോളൂ, ഒരു മനനത്തിനായിട്ടും. ആകാശാത് വായുഃ, വായോരഗ്നിഃ, അഗ്നിരാപഃ, അദ്ഭ്യ പൃഥിവി, പൃഥിവ്യാമോഷധയഃ, ഓഷധീഭ്യോന്നം, അന്നാത് പുരുഷഃ അല്ലേ. സവായേഷ അന്നരസമയഃ അല്ലേ. തൈത്തിരീയ ഉപനിഷത്ത്, കൃഷ്ണയജുർവേദം. അത് തന്നെ ഇവിടെ, അതാണ് ഭൂതേഷു എന്നിടത്ത്. നിങ്ങൾ തന്നെ നമ്പറൊക്കെ കണ്ടുപിടിക്കുക. ഉപനിഷത്ത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ സമയമുള്ളവർ കണ്ടുപിടിക്കുക. ഒരു ഹോംവർക്കായിട്ട് കണ്ടാൽ മതി ഇതിനെ, സമയമുള്ളവർ മാത്രം. സർവേഷു ഭൂതേഷു, അതായത് സർവജീവരാശികളും എവിടെ നിന്നുണ്ടായി? പഞ്ചമഹാഭൂത സൃഷ്ടിയിൽ നിന്നും ഉണ്ടായ സർവജീവരാശികളിലും. തിഷ്ഠൻ, തിഷ്ഠൻ എന്ന് വെച്ചാൽ ഉപവസൻ, അതിൽ ഉപവസിച്ചിരിക്കുന്നത്. അതായത് അതിനെ സൃഷ്ടിച്ചത്, അതിൽ ഉപവസിക്കാന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുക, സ്ഥിതി ചെയ്യുന്നത്. സർവേഭ്യഃ ഭൂതേഭ്യഃ അന്തരഃ. ഇവിടെ സർവേഭ്യ എന്ന് വെച്ചാൽ സർവജീവേഭ്യഃ, സർവജീവേഭ്യഃ. ഭൂതേഭ്യഃ എന്ന് വെച്ചാൽ പഞ്ചഭൂതേഭ്യഃ. സർവജീവേഭ്യഃ, സർവജീവേഭ്യഃ, ഭൂതേഭ്യഃ, പഞ്ചഭൂതേഭ്യഃ, പഞ്ചഭൂതേഭ്യഃ. അന്തരഃ, അതായത് പ്രവേശഃ. ഇതെല്ലാം സംസ്കൃത പദമാണ്, പക്ഷെ ഇതെല്ലാം മലയാളവുമാണ്. അതാണ് നമുക്ക് ഏറ്റവും ഭാഗ്യം. ഒരു 60-70% മലയാളം തന്നെയാണ് സംസ്കൃത പദം. അല്ല, സംസ്കൃതത്തിൽ നിന്നാണല്ലോ എല്ലാ ഭാഷയും ഉണ്ടായത്. അത് അന്തരഃ, പ്രവേശഃ. യം സർവാണി ഭൂതാനി
അജ്ഞാനേന ന വിദുഹു. അല്ലേ, അങ്ങനെയല്ലേ അന്വയിക്കേണ്ടത്? യം സർവാണി ഭൂതാനി അജ്ഞാനേന ന വിദുഹു. അതായത് സർവാണി ഭൂതാനി, എല്ലാ ജീവരാശികളിലും, എല്ലാ പഞ്ചമഹാഭൂത സൃഷ്ടിയിലും സർവങ്ങളിലും പരമാത്മാവാണ് വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് എന്ന് ആരറിയുന്നില്ലയോ? എന്തുകൊണ്ട് അറിയുന്നില്ല? അജ്ഞാനേന. അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. അല്ലേ, ഭഗവത്ഗീത അല്ലേ? അജ്ഞാനേന ആവൃതം, അജ്ഞാനത്തിനാൽ നമ്മൾ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന വിദുഹു, ആരറിയുന്നില്ലയോ? അല്ലയോ ഗൗതമ. അല്ലേ, അപ്പോൾ ഗൗതമനോടാണ് എന്ന് നമ്മളിവിടെ വിചാരിക്കേണ്ട, നമ്മളോട് തന്നെ പറയുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അജ്ഞാനം ആണ് മൂലകാരണം. അല്ലേ, മൂലാവിദ്യ എന്നൊരു വാക്കുണ്ട്, പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ബ്രഹ്മസൂത്രത്തിലാണ് പഠിക്കുക അത്. മൂലാവിദ്യ, അതായത് നമ്മൾ ജന്മജന്മങ്ങളായി കൊണ്ടുവന്നിരിക്കുന്ന അജ്ഞാനം, അജ്ഞാനത്തിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് മൂലാവിദ്യ. പെട്ടെന്ന് ഓർമ്മ വന്നെന്ന് പറഞ്ഞേ ഉള്ളൂ. പ്രധാനത്തിൽ അതിൻ്റെ ആവശ്യമില്ല, ബ്രഹ്മസൂത്രം എത്തുമ്പോൾ പഠിക്കാൻ സാധിക്കട്ടെ. യസ്യ സർവാണി ഭൂതാനി ശരീരം. അല്ലേ, പരമാത്മാവിന് തന്നെയാണ് എല്ലാ ജീവരാശികളുടെയും ശരീരം ഉണ്ടായിരിക്കുന്നത്, നിലനിൽക്കുന്നത്. യഹ സർവാണി ഭൂതാനി അന്തരഹ യമയതി. എല്ലാ ജീവരാശികളുടെയും അന്തരഹ, അതിൽ പ്രവേശിച്ചിട്ട്, അതിൽ വെറുതെ പ്രവേശിച്ചിട്ട് വെറുതെ കുത്തിരിക്കുകയല്ല. യമയതി, പരിപാലയതി. അല്ലേ, ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. അത് തന്നെയാകുന്നു അന്തര്യാമി അമൃത സ്വരൂപൻ. ഇതി അതിഭൂതം, അതിഭൂതത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇതി എന്ന് വെച്ചാൽ ടു ബി കൺക്ലൂഡ് എന്നുള്ള അർത്ഥമാണ്. അത് പറഞ്ഞു കഴിഞ്ഞു. അധ അതിഭൂതം എന്ന് 14ാമത്തെ മന്ത്രത്തിന്റെ അവസാനം പറഞ്ഞില്ലേ, അത് ഇവിടെ കഴിയുകയാണ്. ഇതി അതിഭൂതം. അധ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്, ബിഗിനിങ്. ഇതി എന്ന് വെച്ചാൽ എൻഡ്, കൺക്ലൂഷൻ. അല്ലേ, അധ അതിഭൂതം, ഇതി അതിഭൂതം. കണ്ടോ ആ പാറ്റേൺ നോക്ക്, യാജ്ഞവൽക്യ മഹർഷിയുടെ ആ ക്രമം നോക്ക്. അതാണ് സമ്പ്രദായ വിത്ത് എന്ന് പറയുന്നത്. ആ ഒരു ക്രമത്തിലേ പോവുകയുള്ളൂ, ഒരു ഓർഡറിലേ പോവുകയുള്ളൂ, അല്ലാണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒന്നുമില്ല. അതിഭൂതത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ്? അധ അധ്യാത്മം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അധ്യാത്മം. അവിടെ അധ്യാത്മം എന്ന വാക്കിന് ജീവാത്മാവും അവയുടെ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് സ്പെസിഫിക്കലി, അതാണ് അധ്യാത്മം. അതായത് നമ്മളുടെയൊക്കെ ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് ഇനിയും ഞാൻ വിസ്തരിച്ച് പറയാൻ പോകുന്നത്. അതായത് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചതും ഇന്ദ്രിയങ്ങളെ പരിപാലിക്കുന്നതും എല്ലാം നീ ചോദിച്ച ഗൗതമ അന്തര്യാമി അമൃതനാണെന്ന് പറയുകയാണ്. അതാണ് അതാന്ന് വെച്ചാൽ ഇനിയും, അതായത് ദെയർ ആഫ്റ്റർ, ഇതിനു ശേഷം അതിഭൂതം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് അധ്യാത്മം. അധ്യാത്മ കുറിച്ചാണ്. അധ്യാത്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആധ്യാത്മികം എന്നുള്ള അർത്ഥമല്ല ഇവിടെ. ഇവിടെ ജീവാത്മാ പ്ലസ് ഇന്ദ്രിയാസ് എന്നുള്ള അർത്ഥമാണ്. ജീവാത്മാക്കളെയും അതിൽ ഞാൻ അവയുടെ ഇന്ദ്രിയങ്ങളെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് പോകാം. 16ാമത്തെ മന്ത്രം, ഷോഡശ മന്ത്രം. യഹ പ്രാണേ തിഷ്ഠൻ പ്രാണാത് അന്തരഹ. പ്രാണാത് അന്തരഹ, ആ അവിടെ ഉച്ചരിക്കുക തന്നെ വേണം. അതുകൊണ്ട് അതിനെ പദം ഛേദിച്ച് തന്നെ എഴുതുക. പ്രാണാത് അന്തരഹ. യഹ പ്രാണേ തിഷ്ഠൻ പ്രാണാത് അന്തരഹ. യം പ്രാണഃ ന വേദ യസ്യ പ്രാണഃ ശരീരം യഹ പ്രാണം അന്തരഃ യമയതി.
ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. യഃ പ്രാണേ തിഷ്ഠൻ പ്രാണാത് അന്തരഃ യം പ്രാണഃ ന വേദ യസ്യ പ്രാണഃ ശരീരം യഃ പ്രാണം അന്തരഃ യമയതി ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. യഃ പ്രാണേ തിഷ്ഠൻ പ്രാണാത് അന്തരഃ യം പ്രാണഃ ന വേദ യസ്യ പ്രാണഃ ശരീരം യഃ പ്രാണം അന്തരഃ യമയതി ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. യഃ പ്രാണേ തിഷ്ഠൻ പ്രാണാത് അന്തരഃ യം പ്രാണഃ ന വേദ യസ്യ പ്രാണഃ ശരീരം യഃ പ്രാണം അന്തരഃ യമയതി ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. ഇവിടെ പ്രാണേ, പ്രാണനിൽ എന്ന് വരും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വാമിജിയുടെ പുസ്തകത്തിൽ ഉണ്ട്, പേജ് 257 മലയാളം പുസ്തകത്തിൽ പ്രാണവായുവോട് കൂടിയ ഘ്രാണത്തിൽ. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇനി ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് ഇവിടെ ഘ്രാണേന്ദ്രിയം, ഘ്രാണം എന്ന് വെച്ചാൽ മൂക്ക്, നാസിക, ജ്ഞാനേന്ദ്രിയം അല്ലേ? 5 ജ്ഞാനേന്ദ്രിയവും 5 കർമ്മേന്ദ്രിയാണല്ലോ നമുക്കുള്ളത്. അതിൽ ജ്ഞാനേന്ദ്രിയത്തിലെ ഒരു ഇന്ദ്രിയമായ ഘ്രാണേന്ദ്രിയത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് തൊട്ടു മുമ്പ് അധ്യാത്മം എന്ന വാക്കിന് നമ്മൾ ജീവാത്മാവും അവയുടെ ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. അതിന് കാരണം ഇവയെല്ലാമാണ്. ഇനി വരുന്ന എല്ലാം നമ്മുടെ ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ചും പിന്നെ മനസ്സും ബുദ്ധിയും വരുന്നുണ്ട് അല്ലേ? മനസ്സിന് വ്യാപിച്ചിരിക്കുന്നതും ബുദ്ധിയിൽ വ്യാപിച്ചിരിക്കുന്ന അല്ലെ, അത് ഇവയെ സൃഷ്ടിച്ചത് പരിപാലിക്കുന്നത് പരമാത്മാവാണെന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉച്ഛ്വാസ നിശ്വാസത്തിന് സഹായിക്കുന്ന നാസിക, ഘ്രാണേന്ദ്രിയം, അതാണ് ഇവിടെ പ്രാണേ തിഷ്ഠൻ എന്നതുകൊണ്ട്. അല്ലാണ്ട് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സമഷ്ടി പ്രാണൻ പരമാത്മാവാകുന്നു എന്ന് പറഞ്ഞ്, അതല്ല ഇവിടെ. ഇവിടെ നമ്മുടെ ഓരോ ജീവാത്മാക്കൾക്കും നിലനിൽക്കുവാൻ എന്ത് വേണം? വായു ആവശ്യമാണ്. വായു നമ്മൾ എങ്ങനെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു? നാസികയിലൂടെ, ഘ്രാണേന്ദ്രിയത്തിലൂടെ. അപ്പോൾ ആ അർത്ഥമാണ് ഇവിടെ പ്രാണേ എന്ന വാക്കിന് എടുക്കേണ്ടത്. ഘ്രാണേന്ദ്രിയേ, ഘ്രാണേന്ദ്രിയേ എന്ന് വെച്ചാൽ ഘ്രാണേന്ദ്രിയത്തിൽ, പ്രാണേ പ്രാണനിൽ എന്നുള്ളതിന് ഘ്രാണേന്ദ്രിയേ എന്നുള്ളത് അധ്യാഹാരം ചെയ്യുക. ഏക ഘ്രാണേന്ദ്രിയേ തിഷ്ഠൻ, ഘ്രാണ ഇന്ദ്രിയേ തിഷ്ഠൻ, യഹ ഘ്രാണ ഇന്ദ്രിയേ തിഷ്ഠൻ. നമ്മുടെ ഉച്ഛ്വാസ നിശ്വാസത്തിലൊക്കെ നമ്മൾ ആരെയാ ഉള്ളിലേക്ക് എടുക്കുന്നത്? പരമാത്മാവിനെ തന്നെ. ആരെയാ പുറത്തേക്ക് വിടുന്നത്? അന്തർയാമി അമൃതനെ തന്നെ. അതാണ് എല്ലാറ്റിലും ഈശ്വരനെ കാണൂ എന്ന് യാജ്ഞവൽക്യ മഹർഷി പഠിപ്പിച്ചു തരികയാണ്, ഓരോ ഇന്ദ്രിയങ്ങളായി പറഞ്ഞുകൊണ്ട് അല്ലേ? അത് ഒരു നിമിഷം ശ്വാസം അങ്ങോട്ട് പോയാൽ തീർന്നു അല്ലേ? നമ്മൾ ഉണ്ടാക്കിയ സാമ്രാജ്യം എല്ലാം തകരുകയാണ് അതോടെ. അപ്പോൾ അത് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. പ്രാണേ തിഷ്ഠൻ, പരമാത്മാവിനാലാണ് പ്രാണൻ നിലനിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ തിഷ്ഠൻ എന്നുള്ള വാക്കിന് സൃഷ്ടി പ്ലസ് സ്ഥിതി അല്ലേ? സൃഷ്ടിച്ചതും പരമാത്മാവ് തന്നെ, അതിൽ നിലനിൽക്കുന്നതും പരമാത്മാവ്. പ്രാണാത് അന്തരഃ, അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ? ഘ്രാണേന്ദ്രിയാത് അന്തരഃ, ഘ്രാണേന്ദ്രിയത്തിൽ, ഘ്രാണേന്ദ്രിയാത് എന്ന് വെച്ചാൽ ഘ്രാണേന്ദ്രിയത്തിൽ, നമ്മുടെ നാസികയിൽ അല്ലേ? അന്തരഃ പ്രവേശഃ, ആരാണ് പ്രവേശിച്ചിരിക്കുന്നത്? പരമാത്മാവ്. യം പ്രാണഃ, യം പ്രാണഃ എന്ന് വെച്ചാൽ യം ഘ്രാണേന്ദ്രിയഃ. അവിടെ എല്ലായിടത്തും ഘ്രാണേന്ദ്രിയ എന്നുള്ളത് മനനം ചെയ്യുമ്പോൾ ഓർത്തോണം. യം ഘ്രാണേന്ദ്രിയഃ, ഘ്രാണേന്ദ്രിയത്തിൽ. ന വേദ, അജ്ഞാനേന ന വേദ.
യസ്യ പ്രാണഃ ശരീരം. യസ്യ ഘ്രാണേന്ദ്രിയഃ ശരീരം. ആരുടെ ശരീരമാണ് ഈ പ്രാണേന്ദ്രിയം? ഘ്രാണേന്ദ്രിയം? പരമാത്മാവിൻ്റെ തന്നെ അല്ലേ? അപ്പോൾ ഒരു തലനാര് പോലും നമ്മുടെ സ്വന്തമായിട്ടില്ല. ഓരോ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത് ആരാണോ സൃഷ്ടികർത്ത അവരുടെ സ്വന്തമല്ലേ അത്. അപ്പം ആരാണ് സൃഷ്ടികർത്ത? അല്ലയോ ഗൗതമ, അന്തര്യാമി അമൃതൻ. അത് തന്നെയാണ് പരിപാലിക്കുന്നതും. യഹ പ്രാണം യഹ ഘ്രാണേന്ദ്രിയം അന്തരഃ യമയതി. ഘ്രാണേന്ദ്രിയത്തിൽ പ്രവേശിച്ചുകൊണ്ട്, അതാണ് യഹ ഘ്രാണേന്ദ്രിയം അന്തരഃ യമയതി. ആ ഘ്രാണേന്ദ്രിയത്തിൽ അന്തരഃ പ്രവേശഃ അല്ലേ? ഘ്രാണേന്ദ്രിയത്തിൽ പ്രവേശിച്ചുകൊണ്ട് യമയതി പരിപാലയതി അല്ലേ? ഘ്രാണേന്ദ്രിയത്തിനെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതിൽ പരിപാലിക്കുന്നത് ആരാണ്? അതാകുന്നു ഏഷത, അതാകുന്നു ഗൗതമ ആത്മാ, പരമാത്മാ. അന്തര്യാമി അമൃതഃ, അന്തര്യാമി അമൃത സ്വരൂപൻ. എളുപ്പല്ലേ? അടുത്തതിലേക്ക് പോകാം. നമുക്ക് അടുത്തതും കൂടെ നോക്കാം. 17ാമത്തെ മന്ത്രം. യഹ വാജീ തിഷ്ഠൻ. യഹ വാജീ തിഷ്ഠൻ. വാചഃ അന്തരഃ. യം വാക് ന വേദ യസ്യ വാക് ശരീരം. യഹ വാചം അന്തരഃ. യഹ വാചം അന്തരഃ യമയതി ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. യഹ വാജീ തിഷ്ഠൻ. വാചഃ അന്തരഃ. യം വാക് ന വേദ യസ്യ വാക് ശരീരം. യഹ വാചം അന്തരഃ യമയതി ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. യഹ വാജീ തിഷ്ഠൻ. വാചഃ അന്തരഃ. യം വാക് ന വേദ യസ്യ വാക് ശരീരം. യഹ വാചം അന്തരഃ യമയതി ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. യഹ വാജീ തിഷ്ഠൻ. വാചഃ അന്തരഃ. യം വാക് ന വേദ യസ്യ വാക് ശരീരം. യഹ വാചം അന്തരഃ യമയതി ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ. അടുത്ത വാഗേന്ദ്രിയം. യഹ വാജീ തിഷ്ഠൻ. വാജി എന്ന് വെച്ചാൽ വാക്കിൽ. അവിടെ നമ്മൾ കൂട്ടിച്ചേർക്കണം വാഗേന്ദ്രിയേ തിഷ്ഠൻ. വാഗേന്ദ്രിയേ എന്ന് വെച്ചാൽ വാഗേന്ദ്രിയത്തിൽ. വാക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന വാക്കിലല്ല, ആ സംസാരിക്കാൻ നമുക്ക് സഹായിക്കുന്ന ഇന്ദ്രിയം അല്ലേ? വാഗേന്ദ്രിയം. ആ വാഗേന്ദ്രിയത്തിൽ. വാഗേന്ദ്രിയം കർമ്മേന്ദ്രിയാണ് കേട്ടോ അല്ലേ? 5 ജ്ഞാനേന്ദ്രിയം 5 കർമ്മേന്ദ്രിയം. അതിൽ കർമ്മേന്ദ്രിയത്തിൽ ഉൾപ്പെട്ടതാണ് വാക്ക്. തൊട്ടു മുമ്പ് ജ്ഞാനേന്ദ്രിയം പറഞ്ഞു. ഇനി അടുത്തത് കർമ്മേന്ദ്രിയം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി യാജ്ഞവൽക്യ മഹർഷി പറയും. അതായത് ശബ്ദസ്പർശ രൂപരസ ഗന്ധമായ ജ്ഞാനേന്ദ്രിയം മുഴുവൻ പറഞ്ഞതിന് ശേഷം കർമ്മേന്ദ്രിയത്തിലേക്ക് വരാം, അങ്ങനെയൊന്നുമില്ല. ഇതിൽ എല്ലാ 10 ഇന്ദ്രിയങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെ? ഘ്രാണേന്ദ്രിയം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഉച്ഛ്വാസ നിശ്വാസം ഇല്ലേ നമ്മളില്ല. അപ്പം അതുകൊണ്ട് സുപ്രധാനമായ ഒന്ന് പറഞ്ഞു. ഇനി അടുത്തത് അതുപോലെ തന്നെ വാഗേന്ദ്രിയം അല്ലേ? നമുക്ക് സംസാരിക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ അല്ലേ? അത് ആലോചിക്കാൻ പോലും സാധിക്കുകയില്ല അല്ലെ? അത്രയും നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന ഇന്ദ്രിയമാണ് കർമ്മേന്ദ്രിയത്തിൽ ഒന്നായ വാക്ക്. അതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളിൽ പ്രധാനിയായ വാക്കിനെ കുറിച്ച് പറയുന്നു 17ാമത്തെ മന്ത്രത്തിൽ. യഹ വാഗേന്ദ്രിയേ. വാഗേന്ദ്രിയേ എന്ന് പറഞ്ഞാൽ വാഗേന്ദ്രിയത്തിൽ അല്ലെ? വാക്കിൽ എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ
വാഗേന്ദ്രിയ. തിഷ്ടൻ, തിഷ്ടൻ എന്ന് വെച്ചാൽ അതിനെ സൃഷ്ടിച്ചതും അതിനെ പരിപാലിക്കുന്നതും ആരാകുന്നു? അന്തര്യാമി അമൃതഃ. വാചഃ അന്തരഃ യം വാഗ്നവേദ. വാചഃ അന്തരഃ, അതായത് വാഗേന്ദ്രിയേ അന്തരഃ. വാഗേന്ദ്രിയത്തിൽ അന്തരഃ പ്രവേശഃ, പ്രവേശിച്ചിരിക്കുന്നത് പരമാത്മാവാകുന്നു. അല്ലയോ ഗൗതമ, യം വാക്ക് അജ്ഞാനേന നവേദ. ആ എം വാക്ക് എന്ന് പറഞ്ഞാൽ എം വാഗേന്ദ്രിയേ, എം വാഗേന്ദ്രിയേ അജ്ഞാനേന നവേദ. വാഗേന്ദ്രിയത്തിൽ പരമാത്മാവാണ് എന്ന് അജ്ഞാനം കൊണ്ട് ആരറിയുന്നില്ലയോ. യസ്യ വാക് ശരീരം, പരമാത്മാവിൻ്റെ ശരീരം തന്നെയാകുന്നു ഈ വാക്ക്. അല്ലെങ്കിൽ ഈ ശരീരത്തിൽ വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നത് പരമാത്മാവിനാലാകുന്നു. അല്ലേ? നമുക്കൊരു വാക്ക്, അത് നല്ല വാക്കായിക്കോട്ടെ ചീത്ത വാക്കായി, എന്ത് സംസാരിക്കണമെങ്കിൽ പരമാത്മാവിനാൽ ആകുന്നു. അല്ലേ? ഇത് നമ്മൾ തൈത്തരീയ ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ട്. ഓംകാര ഉപാസനയിൽ, അതായത് തൈത്തരീയ ഉപനിഷത്ത് ഒന്നാമത്തെ വല്ലി, ഒന്നാമത്തെ വല്ലിയിൽ ഓംകാര ഉപാസന പറഞ്ഞില്ലേ? അവിടെ ഓംകാരം ജപിക്കാൻ സാധിക്കുന്നത് പഠിച്ചവർ മാത്രം ഓർക്കാൻ വേണ്ടി പറയുകയാണ്. തൈത്തരീയ ഉപനിഷത്ത് ഒന്നാം വല്ലി, അതായത് ഓംകാര ഉപാസനയിൽ ഓമിത്യന്നം, പെട്ടെന്ന് കിട്ടുന്നില്ല, ഞാൻ നാളെ പറഞ്ഞു തരാം. തൈത്തരീയ ഉപനിഷത്ത് ഒന്നാം വല്ലി, അതിൽ വാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഇത് പഠിച്ചില്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ പറയൂ. അതായത് പെട്ടെന്ന് കിട്ടുന്നില്ല, അതാണ് മറവി. അജ്ഞാനേന, കറക്റ്റ്, കിട്ടി. ഇനി ഞാൻ പറഞ്ഞോളാം. താങ്ക് യു. ഓം ഇതി ബ്രഹ്മ, ഓം ഇതീതകം സർവം, ഓമിത്യേതദനുഹൃദിഃ സ്മവ അപ്യോ ശ്രാവയേത്യാ ശ്രാവയന്തി, ഓമിതി സാമാനി ഗായന്തി, ഓഗും ശോമിതി ശസ്ത്രാണി ശകുംസന്തി, ഓമിത്യത്പര്യു പ്രതികരം പ്രതിഗൃണാതി. അവിടെ അതാണ്. ആരെങ്കിലും ഒന്ന് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് തരണം, സ്റ്റാർട്ടിങ് ട്രബിള്. ഓം, അവിടെ ഓംകാര ഉപാസനയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓം ജപിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ വാഗേന്ദ്രിയത്തിനാലാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ജസ്റ്റ് ഒരു മനനമായിട്ട് ഇതിനെ എടുക്കുക. തൈത്തരീയ ഉപനിഷത്ത് ഒന്നാം വല്ലി ഓംകാര ഉപാസന. അവിടെ അതായത് നമ്മൾ ഓം എന്ന് ജപിക്കുന്നുണ്ടല്ലോ, പ്രണവാക്ഷരം, എങ്ങനെ സാധിക്കുന്നു? വാഗേന്ദ്രിയത്തിനാലാണ്. വാഗേന്ദ്രിയത്തിൽ ആര്? ആ പ്രണവമായി കുടികൊള്ളുന്നു പരമാത്മാവ്. അത് തന്നെ ഇവിടെ മറ്റൊരു രൂപത്തിൽ യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. യഹ വാചീ തിഷ്ഠൻ, അല്ലേ? വാക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഏത് വാക്കും ആയിക്കോട്ടെ. അകാര ഉകാര മകാരങ്ങളിൽ നിന്നേ വാക്കുണ്ടാകുന്നുള്ളൂ, അല്ലേ? ആ വാക്കിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവ് ആകുന്നു. യമയതി, യഹ വാചം അന്തരഃ യമയതി, അല്ലേ? പരിപാലയതി, ആ വാക്കിനെ, അതായത് വാഗേന്ദ്രിയത്തിനെ പരിപാലിക്കുന്നത്. ഏഷത ആത്മാ അന്തര്യാമി അമൃതഃ, അത് അന്തര്യാമി അമൃത സ്വരൂപനാകുന്നു. നമുക്ക് അടുത്ത നാളെ പഠിക്കാം. ഇനി എളുപ്പമാണ്, അല്ലെ? ചക്ഷു, അടുത്തത് 18ാമത്തത് ചക്ഷു, 19 ശ്രോത്രം, 20 മനസ്സ്, 21 ത്വക്ക്, 22 ബുദ്ധി, 23 ജനനേന്ദ്രിയം രേതസ്, അതും കൂടെ ഉള്ളു. അങ്ങനെ 10 ഇന്ദ്രിയങ്ങളിൽ പ്രധാനികളായ 4 ഇന്ദ്രിയങ്ങളെ പറയുന്നു. പിന്നെ മനസ്സും ബുദ്ധിയെയും പറയുന്നു. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷി അന്തര്യാമീനാലാണ് സർവ ഇന്ദ്രിയങ്ങളും ജീവാത്മാക്കളുടെ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നത്, പരിപാലിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അന്തര്യാമി ബ്രാഹ്മണ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ സാധിച്ചാൽ അത് അവസാനിക്കാം. അതിനുശേഷം വീണ്ടും
എട്ടാമത്തെ ബ്രാഹ്മണത്തിൽ ഇനി ഗാർഗി വരികയാണ്, അക്ഷരബ്രാഹ്മണം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.